അസ്സലാമു പ്രിയപ്പെട്ട മോമിനികളെ, ഈ അടുത്തായിട്ട് 5 മക്കളായി ഭർത്താവിന്റെ വീട്ടിലെ പീഡനം കാരണം സ്വയം ജീവനെടുക്കുന്നത്. ഇതിനെന്താണ് ഒരു പരിഹാരം? പ്രിയപ്പെട്ടവരെ, ഏറെ വേദനയോടെയാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഞാൻ പറയുന്നത് കേൾക്കാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടാവണം. പെൺമക്കളുള്ള എല്ലാവരും ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. തുടരെ മക്കളിങ്ങനെ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതും കല്യാണത്തിന് ശേഷം. ഭർത്താവിന്റെയും അവരുടെ കുടുംബത്തിന്റെയും പീഡനം സഹിക്കാൻ പറ്റാതെ അവർ പേടിച്ച് സ്വയം ജീവനൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത് അഫ്സിലയുടെ മരണമാണ്. അതാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത്. മാനന്തവാടി സ്വദേശിനിയായ 27 വയസ്സുകാരി അഫ്സില എങ്ങനെയാണ് മരണപ്പെടുന്നത്? വയനാട് എടവക പള്ളിക്കലിൽ കഴിഞ്ഞ ദിവസം ക്വാർട്ടേഴ്സിനുള്ളിൽ ആ 27കാരി അഫ്സില ജീവനൊടുക്കി. ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട് അഫ്സിലയുടെ ബന്ധുക്കൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഒരിക്കലും മോൾ ഇത് ചെയ്യില്ല എന്നാണ് കുടുംബം പറയുന്നത്. ഇവരുടെ ദാമ്പത്യ ജീവിതം തുടങ്ങിയ അന്ന് മുതൽ പ്രശ്നമായിരുന്നു അത്രേ. ഭർത്താവിന്റെ വീട്ടിലെ അമ്മായിയമ്മ പോര്, കുടുംബ പ്രശ്നം. ഭർത്താവിനെ മാത്രം നോക്കിയാൽ പോരാ, ആ കുടുംബം മൊത്തം നോക്കണം. അങ്ങനെ വേണ്ട പലവിധ പ്രശ്നങ്ങൾ, പീഡനം. ഈ ഒരു വിവാഹത്തിന് ശേഷം ഇവരുടെ കുടുംബത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടായി. ഒരുപാട് പ്രാവശ്യം ഒത്തുതീർപ്പിന് പോയി ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങി. വീണ്ടും പ്രശ്നങ്ങൾ തുടർന്നു. അങ്ങനെ ഇവരുടെ ഇടയിൽ എന്നും പ്രശ്നങ്ങളായിരുന്നു. അങ്ങനെ നാട്ടുകാരും പള്ളിക്കമ്മിറ്റിക്കാരും ഇടപെട്ട് ആ കുടുംബത്തിൽ നിന്നും മാറ്റി ഒരു ക്വാർട്ടേഴ്സിലേക്ക് മാറ്റി. ഇനി പ്രശ്നമുണ്ടാകരുതെന്നും നല്ല രീതിയിൽ ജീവിക്കണമെന്നും പള്ളിക്കമ്മിറ്റിക്കാരും നാട്ടുകാരും ഉപദേശിച്ചു വിട്ടു. എന്നിട്ടും തീർന്നില്ല ഇവരുടെ ഇടയിലെ പ്രശ്നം. 3 മക്കളുണ്ട്. ഇത് കാരണം പാവം 3 മക്കളാണ് ഇവിടെ അനാഥരായി പോയത്. അതിൽ 11 മാസം പ്രായമുള്ള ഒരു കൈക്കുഞ്ഞുമുണ്ടത്രേ. അതാണ് ജനങ്ങളെ ഏറെ വേദനിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അഫ്സില ഇത് ചെയ്യില്ല എന്ന് കുടുംബം പറയുന്നത്. ആ ഉമ്മക്ക് മക്കളോട് അത്ര ഇഷ്ടമാണത്രേ. ആ 11 മാസം പ്രായമുള്ള ആ കുഞ്ഞിനെ ആ ഉമ്മ ഒരിക്കലും തനിച്ചാക്കി പോകില്ല എന്നാണ് കുടുംബം പറയുന്നത്. പക്ഷെ അഫ്സിലയെ മരിച്ച നിലയിലാണ് അവിടെ കണ്ടെത്തുന്നത്, തൂങ്ങിയ നിലയിൽ. കുടുംബം പറയുന്നത് ഇതിനു മുന്നേ ഇവളെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു അത്രേ. അന്ന് അതൊരു പോലീസ് കേസാകുകയും കോംപ്രമൈസ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഒരുപാട് പ്രാവശ്യം ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ഒത്തുതീർപ്പാക്കുക, ഒന്നിച്ച് ജീവിക്കുക, ഇങ്ങനെയായിരുന്നു. സഹിച്ചും പുറത്തും ജീവിക്കുന്നത് ആ 3 മക്കളെ ഓർത്തായിരിക്കും. എന്തെന്നായാലും ഇതിനൊരു അവസാനം ഉണ്ടാകണ്ടേ? എത്ര മക്കളാണ് ഇങ്ങനെ മരണപ്പെട്ടു പോകുന്നത്? ഇതിനൊക്കെ കാരണം എന്താണ്? ഇതുപോലെ ഇങ്ങനെ തുടരുകയാണെങ്കിൽ നമ്മുടെ കണ്ണൂരിലെ സിസ്റ്റം നിങ്ങൾ എടുക്കേണ്ടി വരും. പെണ്ണിന്റെ വീട്ടിൽ കഴിയുക. അതാകുമ്പോൾ അവർക്കൊരു പ്രശ്നവും ഉണ്ടാവില്ല, മാതാപിതാക്കളോടൊപ്പം സുരക്ഷിതമായിരിക്കും. കണ്ണൂർക്കാർക്ക് ഇങ്ങനെ ഒരു പ്രശ്നം നേരിടേണ്ടി വന്നിട്ടും ഉണ്ടാവില്ല. അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് നിങ്ങൾ മാറേണ്ടി വരും. അഫ്സിലക്ക് 3 മക്കളാണ്. 8 വയസ്സും 6 വയസ്സും പിന്നെ 11 മാസം പ്രായമുള്ള ഒരു കൈക്കുഞ്ഞും. അവരാണ് ഈ ലോകത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയത്, ആരും ഇല്ലാതായി പോയത്, അനാഥരായി പോയത്. മക്കള് നമ്മളെ ഇടയിൽ വന്ന് പെട്ടുപോകുന്നതാണ് പാവങ്ങൾ. എന്നാലും പടച്ചിറപ്പ് പുറത്തു കൊടുക്കട്ടെ. നമുക്കതിനപ്പുറം പറയാനുള്ളത് ഏറെ വേദനയായി പോയ ഒരു മരണമാണ് ഈ ഒരു മോളുടേത്. നമ്മൾ ഈ മരണവാർത്ത നിങ്ങളുടെ മുന്നിൽ എത്തിച്ചതാണ്. അതിന്റെ ശരിയായൊരു വിവരം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ഇത് കേട്ടാൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. 19 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. സുന്ദരിയായ ചെറിയ മോള്. ഇതുപോലെ മരണപ്പെട്ടവരിൽ ഓരോരുത്തർക്കും ഉണ്ടാകും ഇതുപോലെ ഓരോ കഥകളും. അത് കേൾക്കുമ്പോഴാണ് നമ്മുടെ മനസ്സ് പൊട്ടിപ്പോവുക. ഈ മോളുടെ കഥ കേട്ടാൽ അന്ന് നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റില്ല. കാരണം നമുക്കൊക്കെ മക്കളുള്ളതല്ലേ. ആ മോളുടെ മുഖം കണ്ടാൽ മതി. സംഭവം നടന്നിരിക്കുന്നത് ആലപ്പുഴയിലാണ്. ഇന്നലെ ഞാൻ ആ വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചതാണ്. ഫാത്തിമ എന്ന 19 വയസ്സുകാരി കല്യാണം കഴിഞ്ഞ് 39 ദിവസമേ ആയുള്ളൂ. ഈ ബലിപെരുന്നാളിന്റെ രാത്രി ആ കുട്ടി ജീവനൊടുക്കി. അതും സ്വന്തം വീട്ടിൽ. ബക്രീദ് പ്രമാണിച്ച് ഭർത്താവിന്റെ കൂടെ വിരുന്നു വന്നതായിരുന്നു അന്ന് അവിടുന്ന് ഈ പണി ഒപ്പിച്ചു. ആ മോളുടെ കഥ കേട്ടപ്പോൾ ഒരുപാട് വേദനിച്ചു പോയി. ഇതുപോലെയാണ് ഓരോരുത്തരും കെണിഞ്ഞു പോകുന്നത്. അങ്ങനെ ഒരുപാട് പേര് കെണിഞ്ഞു പോയിട്ടുണ്ട്. മക്കളെ കെട്ടിച്ച് ചെറുക്കന്റെ പണവും പത്രാസവും കണ്ട് മക്കളെ അങ്ങ് കെട്ടിച്ചു കൊടുക്കും. പിന്നെ ഒന്നും നോക്കില്ല. നമ്മുടെ മക്കൾ നല്ല രീതിയിൽ ജീവിക്കട്ടെ എന്നാണ് എല്ലാ പിതാക്കളും വിചാരിക്കുക. അതുപോലെ ഈ പിതാവും അങ്ങനെ കരുതി. പാവപ്പെട്ടവനായ മത്സ്യത്തൊഴിലാളിയായ അബ്ദുൽ നാസറിന്റെ മകളായിരുന്നു ഫാത്തിമ എന്ന രാജകുമാരി. ഉപ്പാന്റെ രാജകുമാരിയായിരുന്നു ആ മകള്. ആ മോളെ കുറിച്ച് കുട്ടിയുടെ സഹപാഠികളും ടീച്ചേഴ്സും പറഞ്ഞപ്പോൾ ഒരുപാട് സങ്കടമായി പോയി. അത്രക്ക് പാവം മോളായിരുന്നു അത്രേ. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ജീവൻ ഒടുക്കുന്നത് പാവം മക്കളാണ്, പാവം ആളുകളാണ്. ആത്മഹത്യ ചെയ്യുന്നവര് തന്നെ പാവങ്ങളായിരിക്കും. പ്രതികരണശേഷിയില്ലാത്തവര്, ഒന്നിനും തുറന്നു പറയാൻ കഴിയാത്തവര്, എന്തു പറഞ്ഞാലും തലതാഴ്ത്തി കേൾക്കുന്നവര്, പാവം പോലുള്ള ആളുകൾ. അവരെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ പാവം പോലുള്ള നമ്മുടെ മക്കളെ ഒന്നും നോക്കാതെ കെട്ടിച്ചയക്കുമ്പോൾ ശ്രദ്ധിക്കണം. ആ പാവം മോളായതുകൊണ്ടാണ് ഇതൊന്നും മാതാപിതാക്കളെ അറിയിക്കാതെ സഹിച്ചും പുറത്തും
അവസാനം സ്വന്തം വീട്ടിൽ വന്ന് കല്യാണം കഴിഞ്ഞ് 2 മാസം തികയും മുമ്പേ സ്വയം ജീവനൊടുക്കിയത്. ആ ഒരു സമയത്ത് ആ പെണ്ണ് ഗർഭിണിയായിരുന്നു അത്രേ. വെറും 39 ദിവസം കൊണ്ട് അവന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കഴിഞ്ഞു. ആ പാവപ്പെട്ടവനായ മത്സ്യത്തൊഴിലാളി തന്റെ രാജകുമാരിക്ക് ഒരു രാജകുമാരന്റെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചു എന്നുള്ളൊരു സന്തോഷത്തിലായിരുന്നു ആ പാവമുപ്പ. പക്ഷേ ചതിക്കുകയായിരുന്നു. പാന്റും സൂട്ടും സ്വന്തമായി കാറും സ്വന്തമായി സ്ഥാപനവും ഉണ്ടെന്ന് പറഞ്ഞ് കബളിപ്പിച്ച് ആ പാപത്തിനെ പറ്റിക്കുകയായിരുന്നു. അവനൊന്നുമില്ലായിരുന്നു. ആലപ്പുഴയിലെ സാധാരണ കടയിലെ ഒരു ജോലിക്കാരനായിരുന്നു അവൻ. അവന് വേണ്ടിയാണ് 11.5 ലക്ഷം രൂപയും സ്വർണവും കൊടുത്ത് തന്റെ രാജകുമാരിയെ ഏൽപ്പിച്ചത്. കയ്യിലുള്ളതെല്ലാം വിറ്റുപൊറുക്കി തന്റെ രാജകുമാരിയുടെ കല്യാണം അങ്ങ് നടത്തി. വെറും 2 മാസം തികയും മുന്നേ ആ പെണ്ണ് ജീവനൊടുക്കി. ഈ ചുരുങ്ങിയ നാളുകൊണ്ട് ആ പെണ്ണ് ഇങ്ങനെ ചെയ്യണമെങ്കിൽ ആ പെണ്ണ് ആ ഒരു കുടുംബത്തിൽ എന്താണ് അനുഭവിച്ചത്? പാവം കുട്ടികളായതുകൊണ്ടാണ്. അതാണ് ഞാൻ പറയുന്നത്. പാവമല്ലാത്ത കുട്ടികളാണെങ്കിൽ അന്നന്ന് കഴിയുന്ന എല്ലാ വിഷയങ്ങളും മാതാപിതാക്കളെ വിളിച്ചറിയിക്കും. ആ കുടുംബത്തിൽ നടക്കുന്ന ഓരോ സമയത്തും ഉണ്ടാകുന്ന അപ്ഡേഷൻ വിളിച്ചറിയിക്കും. ഇതൊരു പാവം മോളായതുകൊണ്ടാണ് ഒന്നും അറിയിക്കാതെ സഹിച്ചും പുറത്തും ആ 39 ദിവസം അങ്ങ് തള്ളി നീക്കി. കാണാത്ത പലതുമാണ് ആ കുട്ടി കണ്ടത്, കേൾക്കാത്ത പലതുമാണ് ആ കുട്ടി കേട്ടത്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ കുട്ടിക്ക് ഇത് ചെയ്യേണ്ടി വന്നത്. എന്റെ മോള് രക്ഷപ്പെട്ടാൽ ഈ കുടുംബവും രക്ഷപ്പെടുമെന്ന് കരുതിയ ആ പിതാവ് ഇന്ന് കിടപ്പിലാണ്. ആ പാവപ്പെട്ടവന്റെ പൈസയും വാങ്ങി ആ പാവപ്പെട്ടവനെ തന്നെ അധിക്ഷേപിക്കുമത്രേ. ആ പാവപ്പെട്ടവന്റെ തൊഴിലിനെ കുറിച്ച് പറഞ്ഞ് മത്സ്യത്തൊഴിലാളിയാണ്, വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആ പെണ്ണിന്റെ കൺമുന്നിൽ വെച്ച് കൊടുത്ത സ്വർണം ഒറിജിനലാണോ എന്ന് ഉരച്ചു നോക്കിയത്രേ. രാജകുമാരിയെ പോലെ നോക്കിയ ആ പൊന്നുമോള് വലിയൊരു ദുരന്തത്തിലേക്കാണ് പറഞ്ഞു വിട്ടതെന്ന് ആ പാവം ഉപ്പക്കറിയില്ലായിരുന്നു. ആ പാപത്തിന്റെ പൈസയും വാങ്ങി അയാളുടെ തൊഴിലിനെ കുറിച്ച് പറഞ്ഞ് അന്യ ആളുകളുടെ മുന്നിൽ വെച്ച് പരിഹസിക്കുമത്രേ. ഇതിനൊക്കെ ഇവന്റെ കുടുംബം കൂട്ടുനിന്നു കൊടുക്കുമത്രേ. ഉമ്മയും പെങ്ങളും ഒന്നും അറിയാത്ത ആ ഒരു 19 വയസ്സുകാരിയായ പാവം മോള് ഇതൊക്കെ ആദ്യമായി കാണുന്നതായിരിക്കും, ഇതൊക്കെ ആദ്യമായി കേൾക്കുന്നതായിരിക്കും. കല്യാണം കഴിപ്പിച്ചു വിടുമ്പോൾ നമ്മുടെ മക്കളെ ഇനി പലതും പഠിപ്പിക്കേണ്ടതുണ്ട്. നമ്മൾ മാതാപിതാക്കൾ ഇനി ശ്രദ്ധിക്കേണ്ടത്, ആദ്യം അന്വേഷിക്കേണ്ടത് ചെറുക്കന്റെ മാതാപിതാക്കളെയുമാണ്. അവരെങ്ങനെയാണെന്നാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. അവരുടെ ഗുണമേ ആ മക്കൾക്കും കിട്ടുകയുള്ളൂ. ചെറുക്കൻ അന്വേഷിക്കുന്നതിന് മുമ്പ് അവരുടെ കുടുംബത്തെ, ആ മാതാപിതാക്കളെ അന്വേഷിക്കുക. എന്നിട്ട് മക്കളെ പറഞ്ഞു വിടുക. ഓരോ മാതാപിതാക്കളുടെയും സ്വപ്നമാണ് അവരുടെ മക്കൾ. രാജകുമാരിയെ പോലെ വളർത്തി വലുതാക്കി നിങ്ങളൊക്കെ കൊണ്ടുപോയി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണോ ഒരു മാതാപിതാക്കൾക്ക് ഇത് സഹിക്കാൻ പറ്റുക? ഈ ഒരു ശാപം നിങ്ങൾ എവിടെ കൊണ്ടുപോയി തീർക്കും? മാറണം. സിസ്റ്റം മാറിയേ പറ്റൂ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ മക്കള് ഇതുപോലെ പാവം പോലുള്ള മക്കളാണെങ്കിൽ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പ്രതികരണ ശേഷിയില്ലാത്തവരാണ് ഇതുപോലെ സ്വയം ജീവനെടുക്കുക. അവരെ തന്നെ ഇല്ലാതാക്കി ഇതിനൊരു പരിഹാരം കാണുകയാണ്. ചില കുട്ടികൾക്ക് ഇതൊന്നും കണ്ടിട്ടും കേട്ടിട്ടൊന്നും ശീലമുണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങൾ സിസ്റ്റം മാറ്റണം. നമ്മുടെ കണ്ണൂരിലെ സിസ്റ്റം നിങ്ങൾ കൊണ്ടുവരണം. അതാവുമ്പോൾ ഒരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ സുഖസുന്ദരമായി കഴിയാം. അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരും. അത് മക്കളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ സ്വയം അങ്ങ് താണു കൊടുക്കുക. സ്വയം ഒന്ന് സമ്മതിച്ചു കൊടുക്കുക, തോറ്റു കൊടുക്കുക, സഹിച്ചു കൊടുക്കുക, പുറത്തു കൊടുക്കുക. ഇതൊക്കെ ദാമ്പത്യ ജീവിതത്തിൽ വേണ്ടതാണ്. ഇതൊക്കെ തന്നെയാണ് ദാമ്പത്യ ജീവിതത്തിലെ വിജയവും. ഇതുപോലുള്ള പ്രശ്നങ്ങൾ പണ്ട് കാലങ്ങളിലും ഉണ്ടായിരുന്നു. പക്ഷെ പണ്ടത്തെ സ്ത്രീകൾക്കൊക്കെ വലിയ ദീനിഭയവും ക്ഷമയുമാണത്രേ. ഇന്നത്തെ കുട്ടികൾക്ക് ക്ഷമയില്ല. ചില കുട്ടികൾക്കൊക്കെ വാശിയാണ്. ദാമ്പത്യ ജീവിതത്തിൽ വാശി പാടില്ല. ആരെങ്കിലും ഒരാൾ വിട്ടുവീഴ്ച ചെയ്യാതെ കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും കൊണ്ടുവരാൻ സാധിക്കില്ല. ക്ഷമ എന്ന് പറയുന്നത് തോൽവിയല്ല, അത് ബുദ്ധിമാന്മാരുടെ ഒരു തീരുമാനമാണ്. അതിലൂടെ നമ്മൾ സമാധാനം കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. പടച്ചറബ് എല്ലാവരും തൊട്ട് കാക്കട്ടെ. നമ്മുടെ മക്കൾക്കൊക്കെ പടച്ചറബ് നല്ലൊരു ജീവിതം തരുമാറാകട്ടെ. മരണപ്പെട്ട പൊന്നു മക്കൾക്കൊക്കെ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും മയ്യത്തിനെ നീ കാക്കണേ റബ്ബേ. പടച്ചറബ്ബേ, തെറ്റുപറ്റിപ്പോയതായിരിക്കും റബ്ബേ, എല്ലാം നിനക്കറിയാലോ റബ്ബേ. ആ മക്കൾ ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പുറത്തു കൊടുക്കണേ റബ്ബേ. അവരുടെ ഖബർ നീ വിശാലമാക്കി സ്വർഗ്ഗ പൂന്തോപ്പാക്കി കൊടുക്കണേ റബ്ബേ. മഅഫിറത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ. മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. പടച്ചറബ്ബേ, നമ്മുടെ മക്കളുടെയൊക്കെ ജീവിതം നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ, റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ. നമ്മുടെയൊക്കെ ജീവിതവും മരണവും അല്ലാഹുവേ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെയൊക്കെ ഖബറിൽ നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. വരുന്നവരൊക്കെ യാസീനും ഫാത്തിയും ഓതി ഹദിയ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.